എന്നാലും ഞാൻ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു EV പഞ്ച് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, വിളിച്ചോണ്ടിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇന്ന കണക്കൊരു വണ്ടിയാണുള്ളത്, വാഗണറാണുള്ളത്, എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ശരി സാർ, നമുക്ക് ഒരാളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാളെ അയക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നോർമൽ പ്രൊസീജിയർ തന്നെ, മറ്റടുത്ത് ട്രാൻഡ്രം മോട്ടോഴ്സ് അറിയുന്ന അതിനൊക്കെ തന്നെ ഇവർ ചെയ്യുന്നത്. ഓക്കെ നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞു. ആൾ വന്ന് വണ്ടി കെട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ എത്ര രൂപ വേണമെന്നാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വണ്ടിയുടെ കച്ചവടം അല്ല, എനിക്ക് അതിൻ്റെ വില അറിഞ്ഞൂടാ, നിങ്ങൾ റേറ്റ് പറയാം, ഞാൻ ഓക്കെ ആണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ വില 3.5 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞു ഞാൻ തരുന്നില്ല, കാരണം എനിക്ക് ട്രിവാൻഡ്രം മോട്ടോഴ്സ് സാർ 4.5 പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു സാറ് അത് അവർ വെറുതെ പറയണതാണ്, അവർ ഇത്രയും തരാനല്ല പറയുന്നത്, സാറിന് ഒരു 3.85 തരാം, പിന്നെ 20,000 രൂപ എന്താണ് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 4.5 കിട്ടും, സാറ് നമ്മൾ സഹകരിക്കണം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും നോക്കിയപ്പം അതുമല്ല അവരുടെ ട്രിവാൻഡ്രം മോട്ടോഴ്സിൻ്റെ സർവീസ് ഒന്നും അത്ര മെച്ചമല്ല. നെക്സൺ മോട്ടോഴ്സ് പറഞ്ഞു. അതുമാത്രമല്ല നെക്സൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞത് വേറെ എന്തൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു, അതിപ്പോൾ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ല. അവരാണ് ഭയങ്കര മെച്ചപ്പെട്ട സർവീസ്, കേരളം മൊത്തത്തിൽ അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ശരിയാണെന്നുള്ളതല്ല, ഒരു 19,000 കുറഞ്ഞാലും വേണ്ടിയില്ല, വീടിനടുത്തുള്ള ആണല്ലോ, എനിക്കെപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് പോയി വരാനും ഇതായിരിക്കും എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് എന്തോന്ന്, എനിക്ക് 6 മണിക്ക് ശേഷമാണ് ഇവർ വരുന്നത്. അന്ന് രാത്രി തന്നെ അവർ ഇതിൻ്റെ ഇതൊക്കെ എഴുതി എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 3,85,000 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്, വേഴ്സിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കും 3,80,000 ഓക്കെ, ഒപ്പിട്ട് കൊടുത്ത് അപ്പം തന്നെ ഒരു വണ്ടിയും കൊണ്ട് പോയി.